ഈ മഹാരാഷ്ട്രയിലെ ഏകദേശം 50-ന് അധികമുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ, ഏകദേശം 300-ലധികം അയ്യപ്പ പൂജാ മണ്ഡലികൾ, അതേപോലെ തന്നെ 500-ലധികം ഗുരുസ്വാമിമാർ, 10,000-കണക്കിന് ശബരിമല തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ എല്ലാവരോടുമായി ഈ അടുത്ത സമയത്ത് ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ അല്ലെങ്കിൽ ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് മുകളിൽ ഉരുണ്ടുകൂടിയ ഒരു കാർമേഘത്തെക്കുറിച്ചുള്ള വിവരം ഈ മഹാരാഷ്ട്രയിലെ അയ്യപ്പ ഭക്തരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ശബരിമല കേന്ദ്രീകരിച്ച് ആചാര ലംഘനത്തിനുള്ള ശ്രമം ഉണ്ടായപ്പോൾ കേരളത്തിന് പുറത്ത് ഏറ്റവും വലിയ സംഘടനാത്മകമായ രീതിയിൽ ശബരിമല ആചാര സംരക്ഷണ സമിതി രൂപീകരിച്ച് ഏറ്റവും വലിയ നാമജപയാത്ര കേരളത്തിന് പുറത്ത് നടന്ന സ്ഥലം നമ്മളുടെ മുംബൈയാണ്. 2 സ്ഥലങ്ങളിലായാണ് അന്ന് നമ്മൾ ആ ശബരിമല ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചത്. വളരെ ശക്തമായ മുന്നേറ്റങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഏകദേശം 35ഓളം ചെറിയ തരത്തിലുള്ള നാമജപയാത്രകളും മഹാരാഷ്ട്രയിൽ നടന്നു. 100 കണക്കിന് യോഗങ്ങൾ അതിനെതിരെ പ്രതിഷേധാത്മകമായി നടന്നു. വീണ്ടും ശബരിമല കേന്ദ്രീകരിച്ച് ചില ഗൂഢശ്രമങ്ങളൊക്കെ നടക്കുകയാണ്. ആ വാർത്തകളാണ്, ദുഃഖകരമായ വാർത്തകളാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയുടെ ആദ്യമായി കയറുന്ന ഭാഗമായ പവിത്രമായ പമ്പ, ഗണപതി ഭഗവാൻ വസിക്കുന്ന പമ്പ, അയ്യപ്പസ്വാമിയെ ലഭിച്ചു എന്ന് കരുതുന്ന സ്ഥലം, ആ പവിത്രമായ സ്ഥലത്ത് അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു വലിയ ഹിന്ദു വിരുദ്ധ യോഗം നടത്താനുള്ള തീരുമാനം കേരളത്തിലെ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ശബരിമല ഭക്തരായിട്ടുള്ള ആരെയും ആ പരിപാടിയിലേക്ക് അവർ ക്ഷണിച്ചിട്ടില്ല. തന്നെയുമല്ല, ഹിന്ദു വിരുദ്ധരായുള്ള നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ ഹിന്ദു എന്ന് പേര് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന, വെറുക്കുന്ന അവിടുത്തെ പ്രധാനിയായുള്ള ഭരണകർത്താവിനെയും അവിടെയുള്ള അദ്ദേഹത്തിന്റെ സഹചാരികളെയും കൂടി ക്ഷണിക്കുക വഴി എന്തിനാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ സംഘടിതമായി കേരളത്തിലെ സർക്കാരും കേരളം ഭരിക്കുന്ന പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാടുകളിലൂടെ ഒന്നുകൂടി അവർക്ക് ബലം വരുത്തുവാൻ ഉള്ള ശ്രമം എന്ന് വേണം നമ്മൾ ഇതിനെ കരുതുവാൻ. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷങ്ങൾ, ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വീണ്ടും തങ്ങൾക്ക് ലഭിക്കാൻ ഹിന്ദുക്കളെ എപ്പോഴാണ് ആക്രമിക്കുന്നത്, ഹിന്ദുക്കളെക്കെതിരെ എപ്പോഴാണ് നടപടി സ്വീകരിക്കുന്നത്, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ എപ്പോഴാണ് ശക്തമായി ഒരു സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ നീങ്ങുന്നത്, ആ സമയത്ത് ആ പാർട്ടിക്കും സർക്കാരിനും അനുകൂലമായിട്ട് പ്രത്യേക വിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗവും മറ്റുള്ള ആൾക്കാരും പിന്തുണ കൊടുക്കുമെന്നുള്ള മിഥ്യാധാരണയാണ് അവരെ ഈ നടപടിക്രമത്തിന് പ്രേരിപ്പിക്കുന്നത്. ഹിന്ദുക്കളോട് മാത്രമേ, അയ്യപ്പ ഭക്തരോട് മാത്രമേ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ അവർക്ക് സാധിക്കൂ. മറ്റിതര മതസ്ഥരെയൊന്നും അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം ഈ സമയത്ത് വൻ പ്രതിഷേധം നമ്മുടെ മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, പമ്പയിൽ നടക്കുന്ന ഈ സംഗമത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. അതേപോലെ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ മഹാരാഷ്ട്രയിൽ മാത്രമുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള അയ്യപ്പ ഭക്തർ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇവർക്ക് ആ ഒരു അയ്യപ്പ ഭക്ത സംഗമമാണ് നടത്തേണ്ടത്. ഇപ്പോൾ നടക്കുന്നത് അയ്യപ്പ സംഗമം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഭക്തരുടെ സംഗമമായിരുന്നെങ്കിൽ ഭക്തരെ ആ പരിപാടിക്ക് തീർച്ചയായിട്ടും ക്ഷണിക്കണമായിരുന്നു. 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് വരുന്ന സംഘടനാ പ്രവർത്തകർ, ഹിന്ദു സംഘടനാ പ്രവർത്തകർ കേരളത്തിലുണ്ട്. അയ്യപ്പ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. അയ്യപ്പ ക്ഷേത്രങ്ങൾ പലതുമുണ്ട്, അതിന്റെ കമ്മിറ്റികളുണ്ട്, അതിന്റെ ആൾക്കാരെ ക്ഷണിച്ചിട്ടില്ല. അയ്യപ്പ ഭക്തമണ്ഡലികളെ ക്ഷണിച്ചിട്ടില്ല. ഹിന്ദു സംഘടനയുടെ മുതിർന്ന പ്രവർത്തകരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഒരു തരത്തിലും ഭക്തിയുമായി ബന്ധപ്പെട്ട, അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരാളെയും അവിടേക്ക് വരരുത്, ക്ഷണിക്കരുത് എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. ശരിക്കും ഹിന്ദു സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ വരുത്തുവാനും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായി എന്തോ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹിന്ദുക്കളെ ദ്രോഹിക്കാനുള്ള അടുത്ത വഴി ആലോചിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നടക്കുന്നത്. ഇവർക്ക് അയ്യപ്പ ഭക്തരോടായിരുന്നു താല്പര്യമെങ്കിൽ എല്ലാവരും ഹിന്ദു സംഘടനാ പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ 10,000 കണക്കിന് കേസുകൾ അയ്യപ്പ ഭക്തർക്കെതിരെ ശബരിമല ആചാര സംരക്ഷണത്തിന് ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ നിലവിലുണ്ട്. ആ കേസുകൾ പിൻവലിച്ചുകൊണ്ടാണ് ഞങ്ങൾ അയ്യപ്പന് അനുകൂലമായിട്ടാണ്, ഭക്തർക്ക് അനുകൂലമായിട്ടാണ്, ശബരിമല ക്ഷേത്രത്തിന് അനുകൂലമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് അവർക്ക് പറയാമായിരുന്നു. അതേപോലെ
അന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം അതിന് അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പാർട്ടിയും തങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ശബരിമല അയ്യപ്പനോടും അയ്യപ്പന്റെ ഭക്തരോടും ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ പരസ്യമായി മാപ്പപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഇതിന്റെ സംഘാടകരും പ്രവർത്തകരും കാണിക്കേണ്ടതായിരുന്നു. ആ കാര്യം അവർ കാണിച്ചിട്ടില്ല. ശബരിമല ക്ഷേത്രത്തിന് മുമ്പിൽ അവിടെ ദീപാരാധന നടക്കുന്ന സമയത്ത്, പൊന്നമ്പലമേട്ടിൽ ദീപം ചൊരിയുന്ന സമയത്ത് ഇരുകൈകളും കൂട്ടിക്കെട്ടി നിൽക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാർ അയ്യപ്പ ഭക്തരോട് ചെയ്തത്, അയ്യപ്പനോട് ചെയ്തത് അപരാധമാണ്, അതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നവർക്ക് പറയാമായിരുന്നു. അതും അവർ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇത് കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ശബരിമല ആചാരലംഘനം നടത്തി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച അല്ലെ അതിന് സർക്കാർ സഹായത്തോടുകൂടി പോലീസിന്റെ സഹായത്തോടുകൂടി രാത്രിയിലെ കറുത്ത തുണിയിൽ പൊതിഞ്ഞുകെട്ടി സന്നിധാനത്തെത്തിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തിച്ച ബിന്ദുമണി എന്ന് പറയുന്ന ആ സ്ത്രീ കഴിഞ്ഞ ദിവസം പറയുന്നു, വീണ്ടും എനിക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ കയറാൻ ഈ സർക്കാർ അനുവാദം ചെയ്തു തരണം. അന്ന് നിങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങളുടെ പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് അന്ന് ഞാൻ ക്ഷേത്രത്തിലെത്തിയത്. എന്നെ സമ്മേളനത്തിന് ക്ഷണിക്കണം. എനിക്ക് വീണ്ടും ആ ക്ഷേത്രത്തിൽ കയറി ആചാരലംഘനം നടത്താനുള്ള സൗകര്യം കേരള സർക്കാർ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ആ സ്ത്രീ വരെ മുന്നോട്ട് വന്നു. അത് തെറ്റാണ്, അങ്ങനെ ആവർത്തിക്കരുത്, അങ്ങനെ പറയരുതെന്ന് ഈ സർക്കാരോ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയോ ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കരുതിക്കൂട്ടിയിരിക്കണം. എന്തൊക്കെയോ വലിയ ഗൂഢാലോചനകൾ ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ വീണ്ടും ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെയുള്ള ആദ്യപടിയുള്ള ഡോസ് എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നൂറുകണക്കിന് അയ്യപ്പ ഭക്തർക്കാണ് ആ ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭക്തർക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. എത്രയോ വാഹനങ്ങളാണ് തല്ലിപ്പൊളിച്ച് കളഞ്ഞത്. ഒരു അയ്യപ്പ ഭക്തനെ പാർട്ടി ഓഫീസിൽ നിന്നെറിഞ്ഞ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന സംഭവം വരെ നമുക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഭക്തർ ക്ഷമയോടുകൂടിയാണ് അതിനെയൊക്കെ നേരിട്ടത്. ആരും അതിനെതിരെ കായികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ കാണിക്കുന്ന ശ്രമം ശബരിമലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ശബരിമലയിലെ ആചാര ലംഘനത്തിലുള്ള ശ്രമമാണ്. പമ്പ പോലുള്ള ഒരു പവിത്രമായ സ്ഥലത്ത് ഇത്തരം സംഗമങ്ങൾ വിളിച്ചു കൂട്ടുന്നതിലൂടെ ഭക്തരെ പങ്കെടുപ്പിക്കാതെ, അയ്യപ്പ വിശ്വാസികളെ പങ്കെടുപ്പിക്കാതെ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് തികച്ചും അയ്യപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണ്, ഹിന്ദുവിന് വിരുദ്ധമാണ്, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ്. ഈ നടപടിയിൽ നിന്നും കേരള സർക്കാർ പിൻവാങ്ങണം. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ അവർ ഭക്തരാണെന്നാണ് വിപ്പ്. ആ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിലെ ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ വെളിപ്പെടുത്തണം. അവരിതിന് താല്പര്യമുള്ളവരാണോ അല്ലയോ, ക്ഷേത്രവിരുദ്ധരാണോ അവര്, ഹിന്ദു വിരുദ്ധരാണോ അവര്, അയ്യപ്പ വിരുദ്ധരാണോ അവരെന്ന് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ അവര് വെളിപ്പെടുത്തണം. ദേവസ്വം ബോർഡിൽ നിന്ന് പിന്മാറണം, ഹിന്ദു വിരുദ്ധമായ നടപടിയിൽ നിന്ന് പിന്മാറണം, കേരള സർക്കാർ പിൻവാങ്ങണം, കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പിൻവാങ്ങണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷേപങ്ങളിലും വളരെ കൂടുതലായി ഈ മഹാരാഷ്ട്രയിലും മുൻപറഞ്ഞ ക്ഷേത്രങ്ങളും ഗുരുസ്വാമിമാരും പൂജാമണ്ഡലികളും ഭക്തരും ഉൾപ്പെടെയുള്ള സംഘം ശക്തമായ പ്രതിഷേധം മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പുകൾ മഹാരാഷ്ട്രയിലെ ക്ഷേത്ര അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട സമിതി വീണ്ടും യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഈ കാര്യം കേരള സർക്കാരിനെയും പാർട്ടിയെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു തരത്തിലുള്ള ആചാര ലംഘനങ്ങൾക്കും ഇനി മുംബൈയിലുള്ള അയ്യപ്പ ഭക്തർ അത് സഹിച്ച് കയ്യും കണ്ണും കെട്ടി നോക്കി നിൽക്കില്ല. ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഈ ഭാഗത്തുള്ള എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും ഈ മുൻപറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളും ഗുരുസ്വാമിമാരും തയ്യാറായിരിക്കുക. ഏത് സമയത്തുള്ള പ്രതിഷേധത്തിനും അല്ലെ ഇക്കാര്യങ്ങൾക്കുള്ള അതിന് വിരുദ്ധമായി നീങ്ങുവാനും ഉള്ള തയ്യാറെടുപ്പിൽ ഈ സമൂഹം മുഴുവൻ തയ്യാറായിരിക്കണമെന്നും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.